ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക മോരുകറിയാണ്. വെള്ളരിക്കയ്ക്ക് പകരം നിങ്ങൾക്ക് കുമ്പളങ്ങ വേണ്ട ഉപയോഗിക്കാം. ഈ കറി ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് ഉണ്ടാക്കിയ നാളെ ഈ കറിക്ക് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് രുചികരമായ വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കാം. 250 ഗ്രാം വെള്ളരിക്കയാണിത്. ഒത്തിരി വലുതാക്കി കട്ട് ചെയ്യരുത്, എന്നാൽ ഒത്തിരി ചെറുതാക്കി ഒരു മീഡിയം സൈസിൽ നിങ്ങൾ കട്ട് ചെയ്യണം. പിന്നെ 4 പച്ചമുളക് നടുവേ കീറിയിരിക്കുകയാണിത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. ഉപ്പ് ആവശ്യത്തിന്. കുറച്ച് വെള്ളം മതി, കാരണം വെള്ളരിക്ക പെട്ടെന്ന് വെള്ളരിക്കയിൽ തന്നെ വെള്ളമുണ്ട്. ഇതിപ്പോൾ നികത്തി വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കണം. ഇപ്പം തീ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അരമുറി തേങ്ങ, കാൽ ടീസ്പൂൺ ജീരകം. ആദ്യം ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യണം. അതിന് ശേഷമേ കുറച്ച് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് അരയ്ക്കണം. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് നല്ല പുളിയുള്ള തൈര് വേണം, എന്നാലേ വെള്ളരിക്ക മോരുകറിക്ക് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ 2 ദിവസമൊക്കെ തൈര് പുറത്ത് വെക്കും. ഇപ്പം നാട്ടിലെ തൈരിനെ അപേക്ഷിച്ച് ഇവിടുത്തെ തൈരിന് പുളി ഭയങ്കര കുറവാണ്. ഗൾഫിലുള്ള തൈരിന് ഭയങ്കര കുറവാണ് പുളി. അപ്പം ഏകദേശം ഒരു പുളി നമുക്ക് കിട്ടും. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് തൈരും 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് വെള്ളരിക്ക വെന്തോ നോക്കാം. കണ്ടോ, വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഒരു മീഡിയം തീയിലിട്ട് അരപ്പ് വേകണം. ഇനി നമുക്ക് തൈര് ഒഴിക്കാം. തൈര് ഒഴിക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തൈരിട്ട് തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. തൈര് ജസ്റ്റ് ഒന്ന് ചൂടായതിന് മാത്രമേ പാടുള്ളൂ. 2-3 മിനിറ്റ് ഇളക്കി നമുക്ക് ഈ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഇരുന്ന് ഈ ചൂട് തട്ടി ഇത് പിരിയാനും സാധ്യതയുണ്ട്. തൈരിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കണം. 1-2 മിനിറ്റ് മതിയായിരിക്കും. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി നമുക്ക് ഈ സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ചൂട് കൊണ്ട് ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുകിടാൻ പോവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇച്ചിരി കൂടുതലിടുന്നതാണ് ടേസ്റ്റ്. ഞാൻ 1 സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ മോരുകറി വെക്കുമ്പോൾ ചേർക്കുന്നതാണ് ഉലുവ. അത് കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ ഉലുവ ചേർക്കാവുള്ളൂ, അല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉലുവ കരിഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഉലുവ 1 സ്പൂൺ ഇട്ടു. പിന്നെ വറ്റൽമുളക് ഇടുവാണ്. കറിവേപ്പില, പിന്നെ 4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇടും. അത് ഈ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, കറിക്ക് കളർ ഉണ്ടാകുകയും ചെയ്യും. ചെറുതീയിലിട്ടേ ചെയ്യാവുള്ളൂ, അല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. ഇനി ചുവന്നുള്ളി ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ കറിയിലേക്ക് താളിക്കാം. വറ്റൽമുളക് ഒരു 4 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ചുവന്നുള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒഴിക്കുവാണ്. ഇപ്പം നിങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഇളക്കരുത്. ഒരു 5 മിനിറ്റിന് ശേഷമേ ഇളക്കാവുള്ളൂ. കാരണം എന്നാലും ഇപ്പോൾ ഈ കറിയിലേക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുള്ളൂ കറിക്ക്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.